ഭർത്തൃ വീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനമെന്ന് കണ്ണൂരിൽ 3 വയസ്സുള്ള കുഞ്ഞുമായി പുള്ളിച്ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നെന്നും മാതാവിൻ്റെ വാക്ക് കേട്ട് വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറക്കിവിട്ടെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഭർത്താവ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് മകൾ കടുങ്കൈ ചെയ്തെന്നാണ് റീമയുടെ പിതാവ് മോഹനൻ 24 പറഞ്ഞത്. അതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. കാരണം അതേ പീഡനം തന്നെയാണ് മോൾക്ക് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ മോൾക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക അവൻ കുട്ടീനെ എടുത്ത് കൊണ്ടുപോകുന്നില്ല. ആ ഒരു ഭീഷണി കേട്ടപ്പോഴുള്ള പെട്ടെന്ന് മെൻ്റൽ ഷോക്കായി. അവൾ കത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയില്ല ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് എൻ്റെ അപേക്ഷയിൽ. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. കുഞ്ഞിനെയും കൊണ്ടാണ് ഈ അമ്മ പുഴയിൽ ചാടിയത്. ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്ന കാര്യമാണ്. ഒരു കാര്യം പറയൂ അരുൺ. SKN ഈ സംഭവം ഉണ്ടായത്, അതായത് റീമ 3 വയസ്സുള്ള മകനുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത അന്ന് തന്നെ ഈ ആത്മഹത്യക്ക് പിന്നിലെ കാരണം അത് ഈ ഭർത്താവായിട്ടുള്ള കമൽരാജും മാതാവുമാണ്. അവരുടെ മാനസികമായിട്ട് ഈ റീമയെ ഏൽപ്പിച്ച മാനസികമായിട്ടുള്ള പീഡനമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ആരോപണം റീമയുടെ കുടുംബം തന്നെ ഉന്നയിച്ചിരുന്നു. പിതാവ് തന്നെ ആ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. വിവാഹം ചെയ്തതിന് ശേഷം പല ഘട്ടങ്ങളിലായിട്ടുള്ള മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ഈ ഭർത്താവിൻ്റെ മാതാവാണ്. അതിന് ഈ കമൽരാജ് ഭർത്താവ് കൂട്ടുനിൽക്കുകയും ചെയ്തു. അടിമത്വമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. പലതവണ അത് സഹിച്ച് ഈ മകനെ ഓർത്ത് സഹിച്ചു നിന്നു. പക്ഷേ ഒടുവിൽ മകനെ കൂടി തിരിച്ചു വേണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം തുടർന്നു. അതൊരു ഭീഷണിയായി മാറി. അങ്ങനെ മകനുമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് തൻ്റെ മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ആ പിതാവ് പറഞ്ഞത്. അത് തെളിയിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ് എന്തായാലും പുറത്തു വന്നിട്ടുള്ളത്. അതിൽ വിശദമായി തന്നെ റീമ അത് PSC പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ഹാൾ ടിക്കറ്റിൻ്റെ പിറകുവശത്താണ് അത് എഴുതിയത്. ആ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അതിൽ വിശദമായി താൻ നേരിട്ടിട്ടുള്ള പീഡനം തനിക്ക് നീതി ലഭിച്ചിട്ടില്ല, നിയമ സംവിധാനങ്ങളിൽ നിന്നുൾപ്പെടെ നീതി ലഭിച്ചിട്ടില്ല, ഇതിനു മുമ്പും പോലീസിൽ പരാതി നൽകിയിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ജീവൻ ഒടുക്കിയതെന്നാണ് ഇപ്പോൾ എന്തായാലും ആരോപണം ഉണ്ടായിട്ടുള്ളത്. പോലീസിൻ്റെ അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട്. പഴയങ്ങാടി പോലീസാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് ഈ ആത്മഹത്യാക്കുറിപ്പ് ഈ ബന്ധുക്കളുടെ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ ഈ വകുപ്പുകൾ ഇതിൽ ചേർക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ എന്തായാലും അത്തരം വകുപ്പുകൾ ചേർത്തല്ല അന്വേഷണം നടത്തുന്നത്. നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഇതിൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം അത് ചേർക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നാണ് പോലീസ് എന്തായാലും അറിയിക്കുന്നത്. ഇപ്പോൾ കമൽരാജിൻ്റെ പ്രതികരണവും നമ്മൾ തേടിയിരുന്നു, ഈ ഭർത്താവിൻ്റെ പ്രതികരണവും തേടിയിരുന്നു പല ഘട്ടങ്ങൾ. പക്ഷേ അത് ഈ കമൽരാജ് പ്രതികരിക്കാൻ തയ്യാറായില്ല. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർക്കും ഇവരെ ഈ ഭർത്താവിനെയും അതോടൊപ്പം തന്നെ ഭർത്തൃമാതാവിനെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അവർ ഒളിവിൽ പോയി എന്ന വിവരമാണ് പോലീസും എന്തായാലും നൽകുന്നത്. ഇതിൽ റീമയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് അവർക്ക് നീതി ലഭിക്കണം. മകളുടെ ആത്മഹത്യക്ക് 3 വയസ്സുള്ള ആ കുട്ടിയുടെ മരണത്തിനെല്ലാം കാരണം ഈ ഭർത്താവായിട്ടുള്ള കമൽരാജും അവരുടെ കുടുംബവുമാണ്. അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് റീമയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.